പോകുന്ന ചില ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്താണ് ഇതിന് കാരണം? വർത്തമാന കാലഘട്ടത്തിലെ ചില ഏടുകളിലൂടെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു സഫലം വിഫലം. നടക്കുന്ന കാര്യങ്ങൾ മറന്നുപോയി. വളരെ അത്ഭുതങ്ങളും രോഗശാന്തിയും അന്തർ കാണുന്നു, നിരന്തര നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പക്ഷേ മറന്നുപോയോ? ഇന്നലെ നമ്മൾ യേശുവിനെ ഇന്നലെ വിളിച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഫ്രൈഡ് റൈസ് ആയില്ല, ചിക്കൻ ആയില്ല, നൂഡിൽസ് ആയില്ല, ഒരു പണിയും എന്നാൽ പറയേ, നീ വാ, പ്രസംഗം കേൾക്കാൻ പോകാം. ഇതാ വാർത്ത. ഒരു സൂപ്പർ മാർക്കറ്റ് മുഴുവൻ
എന്തായാലും പള്ളി സെക്രട്ടറിയുടെ വാട്സപ്പ് ഇപ്പം നോക്കി നോക്കാം. ഓ, പള്ളിയിലെ ഓർഗസ്റ്റ് ഫെസ്റ്റിവലാണല്ലോ, പരസ്യമൊക്കെ ഉണ്ടല്ലോ. നിറവ് 2K24. നമ്മുടെ പൗലോസിന്റെ ബർത്ത്ഡേ ആണല്ലോ. ഇവനൊക്കെ ഏത് നേരം നോക്കിയാലും FB-യിൽ പോസ്റ്റ് ആണ്. എന്തായാലും ഒരു വിഷ് ചെയ്തേക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഓ, സാറിന്റെ വെഡിങ് ആനിവേഴ്സറി 15 വർഷമായി. ഇവക്കൊന്നും കണ്ട പ്രായം തോന്നിക്കേയില്ല. എന്നാലും അവളെ വീട്ടിൽ എന്നും അടിച്ചു വന്നതാണ്. ഒരു വിഷ് ചെയ്തേക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അയ്യോ, സമയം
ആശ്രയിച്ചു. മാർത്തയോ ലോകകാര്യങ്ങളാൽ വിചാരപ്പെട്ടവളായിരുന്നു. ഇവരുടെ തുടർ ജീവിതത്തിൽ എന്തു സംഭവിച്ചിരിക്കാം. വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടി. ആ മറിയേ, നീ ഓർക്കുന്നുണ്ടോ പണ്ട് യേശു ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വിരുന്നിൽ വന്നത്? അന്ന് യേശു നിന്നെ പ്രശംസിച്ചു, എന്നെ ഉപദേശിച്ചു. പക്ഷേ ആ ഉപദേശം ഒന്നും ഞാൻ കൈക്കൊണ്ടില്ല. ഞാൻ പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ ഒന്നും സമയം കണ്ടെത്തിയിരുന്നില്ല. എനിക്കെന്നും കുടുംബം, കുട്ടികൾ, സ്വർണം, കന്നുകാലികൾ, ഈ വഴിയിലൊക്കെ മനം കുഴഞ്ഞ് ഞാൻ ചിന്തിച്ചു വളർന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, മക്കൾ വഴിച്ചു പോയി, എൻ്റെ ജീവിതം എല്ലാം കൊണ്ടും തകർന്നു പോയി, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ വളരെ കഷ്ടത്തിലാണ്. പണ്ടത്തെ പോലെ ഇപ്പോഴും എനിക്ക് കർത്താവാണ് പ്രധാനം. ഞാൻ ദിവസേന ബൈബിൾ വായന, പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ ദർശനങ്ങൾ കാണാറുണ്ട്. എന്റെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചു. എനിക്ക് ഭക്തിയുള്ള ഒരു കർത്താവിനെ തന്നു. എനിക്ക് പ്രാർത്ഥന ജീവിതമുള്ള പൈതങ്ങളെ തന്നു. അവരുടെ പഠനങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു. എന്റെ ജീവിതം വളരെ അനുഗ്രഹീതമായി കടന്നു പോകുന്നു. നീ ഈ ലോകപരമായ വിഷയമൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കും, അവിടെ നിന്നെ അനുഗ്രഹിക്കും. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. ധന്യ